വചനമെന്നാത്മാ ദാഹം തീർപ്പാൻ അരുളുകദാസരിൽ വരമധികം പകരുക ആത്മാവിൻ തിരുശക്തിയ നിറയുവാൻ നിൻ ജനങ്ങൾ പകരുക ആത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ എൻ യാചന കേൾക്കണേ എൻ പ്രാർത്ഥന എൻ യാചന യേശുവിൻ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്നരുളിയോനെ യേശുവിൻ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്നരുളിയോനെ നീക്കം വരാത്ത നിൻ വാഗ്ദത്തമൻ പേർക്കു നീ തന്നുവല്ലോ നീക്കം വരാത്ത നിൻ വാഗ്ദത്തമൻ പേർക്കു നീ തന്നുവല്ലോ കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ എൻ യാചന കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ എൻ യാചന. ദൈവനാമത്തിന് വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. നമ്മളിന്ന് വായിച്ചത് 103-ാമത്തെ സങ്കീർത്തനമാണ്. 103-ാം സങ്കീർത്തനം പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവത്തിൻ്റെ ഉപകാരങ്ങൾ, ആ ഉപകാരങ്ങൾ മുഴുവനായിട്ട് ഓർക്കുന്നത് ആരാണ്? ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ഈ വചനത്തിലെ ആധാരമാക്കിക്കൊണ്ട് ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ കോടിക്കണക്കിന് ജനം ഈ ലോകത്തിലുണ്ട്. കർത്താവ് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും നമുക്കുള്ളവരല്ല. അപ്പോൾ ഈ ഇന്ന് 1000-ൽ പരം കോടി ജനങ്ങളുള്ള ഈ ഭൂമിയിലേക്ക് നോക്കിയതിന് ശേഷം എല്ലാവരും കർത്താവിനുള്ളവരല്ല. പിന്നെ ആരാണ് കർത്താവിനുള്ളവർ? കർത്താവിനുള്ളവരാരാ? അവിടെയാണ് അടയാളങ്ങളുണ്ട്. കർത്താവ് ഇപ്പം അവരോട് തന്നെ നമ്മെ തന്നെ പരിശോധിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ക്രിസ്തു വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിക്കും. നിങ്ങൾ ദൈവകൃപയിലാണോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിക്കണം. ഇതുപോലെ ഒരു മനുഷ്യനെ കണ്ടാൽ അവൻ ദൈവത്തിനുള്ളതാണോ എന്നുള്ളത് എന്താ അറിയാനുള്ള വഴി? അതിനാണ് ഏറ്റവും ഭക്തി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ യഹോഭക്തന്മാരിൽ വലിയവരുമുണ്ട്, ചെറിയവരുമുണ്ട്. അതായത് ദൈവത്തിൻ്റെയോടുള്ള ഭക്തി അത്ര കൂടി നിൽക്കുന്നവരുണ്ട്, അത്ര കുറഞ്ഞു നിൽക്കുന്നവരുണ്ട്. സാധാരണ മനുഷ്യരുണ്ട്, അല്ലാത്തവരുണ്ട്. എന്താ ഈ വ്യത്യാസത്തിൻ്റെ കാരണം? ഇത് തന്നെ കാരണം. എങ്ങനെ കാരണം? ചില മനുഷ്യരുടെ പ്രത്യേകതയുണ്ട്. അതായത് അവർക്ക് ഇന്ന് നമ്മൾ എന്തെല്ലാം കൊടുത്തോ, എന്തെല്ലാം ഉപകാരം ഒരാൾക്ക് ചെയ്തോ, ഈ ഉപകാരം മുഴുവനും അങ്ങോട്ട് മേടിക്കും. മേടിച്ചതിന് ശേഷം നമ്മൾ വിചാരിക്കും ഇത്രയും ചെയ്തതല്ലേ, അവൻ ആ ഒരു ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കും. ഇല്ല, അടുത്ത ദിവസം അവനത് അവകാശമായിട്ട് ചോദിക്കും, അല്ലെങ്കിൽ അവകാശമായിട്ട് കരുതും. അതുകൊണ്ടാണ് ജാതികളുടെ ഇടയിൽ ഒരു ചൊല്ലുണ്ട്, ഇന്നത്തെ ഔദാര്യം നാളത്തെ അവകാശം. ഇന്ന് നിങ്ങൾ ഔദാര്യം കാണിക്കും, അവൻ നാളെ അതെന്തായിട്ട് വരും? അവകാശമായിട്ട് വരും. അതെൻ്റെ അവകാശം. ഇതാണ് ഈ ദുഷ്ടലോകത്തിൻ്റെ പ്രത്യേകത. എന്നാൽ ദൈവം കണ്ട ഒരു ജനമുണ്ട്. അവൻ ആരാന്നറിയോ? അവൻ്റെ പ്രത്യേകത. അവൻ കണ്ട പ്രത്യേകത പറഞ്ഞാൽ അവൻ നടന്നിങ്ങനെ പോവുക.
നടന്നു പോകുമ്പോൾ വെയിൽ കൊണ്ട് സഹിക്കാൻ വയ്യ, അത്ര ഭയങ്കര വെയില. അന്ന് അങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു പുളി നിൽക്കുന്നു, ഒരു മരം നിൽക്കുന്നു, നല്ല തണല്. അവിടെ കയറി നിന്നു ആ വലിയ വെയിലിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ആ മരത്തിന്റെ ചുവട്ടിൽ അല്പനേരം നിന്ന് വിശ്രമിച്ച് ആശ്വസിച്ചിട്ട് അവൻ പോയി. വീണ്ടും യാത്ര തുറന്നു പോയി. ദൈവത്തിന്റെ വചനം പറയുന്നത് അവന്റെ ആയുഷ്കാലത്ത് മറക്കില്ല. ജീവിതത്തിൽ ഒരിക്കലും അവനത് മറക്കില്ല. ആ തണലിൽ ഞാൻ ചൂട് ആയിട്ടും വേർത്തും വിഷമിച്ചും ഞാൻ വന്ന സമയത്ത് എനിക്ക് അല്പം ആ തണല് തന്ന വൃക്ഷത്തെ ആയുഷ്കാലം മറക്കില്ല. അപ്പൊ മറ്റൊരുത്തിന് ഓർക്കണം. അവൻ എന്തെല്ലാം ഉപകാരം ചെയ്താലും പിറ്റേ ദിവസം അത് എന്റെ അവകാശം എന്നുള്ള. പിന്നെ എന്തോരം ഒരാൾക്ക് താൻ വിഷമിച്ചിട്ട് അയാൾക്ക് ഇത്തിരി പൈസ കൊടുക്കുക, എനിക്ക് ആവശ്യമില്ലാഞ്ഞിട്ടല്ല, അയാളുടെ ആവശ്യം അറിഞ്ഞിട്ട് പൈസ കൊടുക്കുക, ഒരു ജോലി ചെയ്തതിന്റെ കൂലിയായിട്ടാണ്. അത് കയ്യിൽ മേടിച്ചതിന് ശേഷം മേടിച്ചവൻ പറയാം എന്തോരം കിട്ടിയിട്ടാ. ഞാൻ ഉദാഹരണമായിട്ട് 100 രൂപ അവൻ അർഹിക്കുന്ന സ്ഥാനത്ത് 400 രൂപ കൊടുത്തു. 100 രൂപ അർഹിക്കുന്ന സ്ഥാനത്ത് ആ പണി ചെയ്യിച്ചവൻ 400 രൂപ കൊടുത്തു. ഈ 400 രൂപ മേടിച്ചു കഴിഞ്ഞപ്പോൾ 300 രൂപ എനിക്ക് അധികം കിട്ടിയല്ലോ. അതവൻ്റെ ഓർമ്മയിലേക്കല്ല, അതല്ല പോയത്. എന്തോരം കിട്ടിയിട്ടാ എനിക്ക് 400 രൂപ. അപ്പൊ അവിടെ എന്ത് കിട്ടിക്കാണും? ഇതാണ് ഈ ദുഷ്ടലോകത്തിന്റെ പ്രത്യേകത. എന്നാൽ ദൈവത്തിന്റെ ജനം അങ്ങനെയല്ല. ദൈവത്തിന്റെ ജനം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു പാത്രം വെള്ളം. അവിടെയാണ് കർത്താവ് പറഞ്ഞ ഉദാഹരണം. എന്താ ഉദാഹരണം പറഞ്ഞേ? എൻ്റെ നാമത്തിൽ ഒരു പാനപാത്രം വെള്ളം കുടിക്കാൻ കൊടുത്താൽ പ്രതിഫലമില്ലാതെ പോകില്ല. എൻ്റെ നാമത്തിൽ ഒരു പാനപാത്രം. കാരണം എന്തറിയാവോ? ഏത് ദുഷ്ടന് കൊടുത്തു അത് പ്രശ്നമല്ല. ഒരു പാനപാത്രം വെള്ളം ദൈവം മുൻകണ്ടിട്ടുള്ളവനാണ് ആ കൊടുക്കുന്നതെങ്കിൽ മതി. നിത്യതയില് ദൈവത്തോടുകൂടെ വസിക്കുന്ന സമയത്ത് ആ സ്വർഗീയ യെരൂശലേമില് ആ സിയോനില് അവൻ ആർത്ത് ഘോഷിക്കുമ്പോഴും ഈ വെള്ളം കൊടുത്ത കാര്യം ഓർക്കും. അത് ഭയങ്കരമാണ്. ഭക്തന്റെ ഹൃദയം എന്ന് പറയുന്നത് ഭയങ്കരം. ഇതിന്റെ ഏറ്റക്കുറച്ചിലാണ് എന്ത് യഹോഭക്തന്മാരിൽ വലിയവരും ചെറിയവരും. യഹോഭക്തന്മാർ വലിയവരും ചെറിയവരും ഉള്ളതിന്റെ പ്രത്യേകത ഏതാണ്? വലിയവരെന്ന് പറയുന്നത് എന്താണ്? അവര് സാഹനമില്ല, ഭാരപ്പെടേണ്ട, ഈ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, അവന്റെ ആയുഷ്കാലത്ത് അത് മറക്കില്ല. തന്നെ തന്റെ ജീവനെ അവന് കൊടുത്തുന്നിരിക്കട്ടെ, ദുഷ്ടനാണെങ്കിൽ അതൊന്നും ഓർക്കുകയില്ല. അതാണ് ഈ യഹോഭക്തന്മാരിൽ ചെറിയവരും വലിയവരും ഉണ്ടെന്ന് പറയുന്നതാണ്. മറ്റവർക്ക് അത് ഇരിക്കാൻ പറ്റില്ല. ഇത് അടയാളമാണ്. അടയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ പ്രാപിക്കുന്ന നന്മയ്ക്ക് നന്ദിയുള്ളവനും കടം തീർക്കാൻ ആഗ്രഹിക്കുന്നവനുമായിരിക്കും. അതായത് ഞാനൊന്ന് പ്രാപിച്ചു, ഞാൻ എന്തെങ്കിലും അവന് തിരിച്ചു കൊടുക്കണമല്ലോ. ഞാൻ കടം പ്രാപിച്ചു, അത് എൻ്റെ ഹൃദയത്തിലുണ്ട്, എപ്പോഴും ഓർമ്മയിലുണ്ട്. പക്ഷെ അതൊന്നും തിരിച്ചു കൊടുക്കാതെ അവന് പോകാൻ പറ്റില്ല. അതാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എന്താ? എത്രയോ കുഷ്ഠരോഗികൾ അന്ന് ഇസ്രായേലിലുണ്ടായിരുന്നു. സിറിയെന്ന്, ഇന്നത്തെ സിറിയ, അരാമില്, ആ സിറിയയിൽ നിന്ന് കുഷ്ഠരോഗിയായ ആ മനുഷ്യൻ നിയമം വന്ന് സൗഖ്യം പ്രാപിച്ചു പോയി. ഈ നയമാൻ അവിടുന്ന് വരുമ്പോണ്ടല്ലോ, ഇസ്രായേലിൽ തന്നെ ഇഷ്ടം പോലെ കുഷ്ഠരോഗികളുണ്ട് സൗഖ്യമാകാതെ. എന്തുകൊണ്ട് നയമാനെ മാത്രം വിളിച്ചു? എന്തുകൊണ്ട്? നയമാൻ വന്ന് ആദ്യം പിണങ്ങി പോയെങ്കിലും രണ്ടാമത് ബുദ്ധി വെച്ച് വന്ന് യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങി നല്ല ബാലന്റെ ശരീരം പോലെ ഒരു ശരീരവുമായിട്ട് പ്രവാചകന്റെ അടുത്ത് വന്ന് നിൽക്കുക. അദ്ദേഹം പറയുകയാണ്,
യജമാനെ, ഒരു കാര്യം ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു, ഇസ്രായേലിലല്ലാതെ ഒരു ദൈവമില്ല. ഇസ്രായേലിലല്ലാതെ ഒരു ദൈവം ഈ ഭൂമിയിൽ വേറെ ഒന്നും ഇല്ല എന്നുള്ളതെന്ന് ഞാൻ അറിയും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യാം, എന്നിൽ നിന്ന് ഒരു പ്രതിഗ്രഹം, ഒരു സമ്മാനം നീ മേടിക്കണം. വല്ലതുമല്ല, ഒരു നേരത്തെ ഊണോ മിഠായിയോ 50 രൂപയായിട്ടല്ല വന്നിരിക്കുന്നത്. സ്വർണത്തിന്റെ കട്ടികളാണ്, വെള്ളിയുടെ കട്ടികളാണ്, വസ്ത്രങ്ങളുടെ കൂട്ടമാണ്. ഇന്നത്തെ കാലമല്ല ഇതൊക്കെ. അത് മനസ്സിലാവണമെങ്കിൽ ഇവിടെ വസ്ത്രത്തിന്റെ ഈ തള്ളു വരുന്നതിന് മുമ്പ്, ഒരു 75-ന് മുമ്പ് ഇവിടുത്തെ കാലം മനസ്സിലാക്കിയിട്ടുള്ളവർക്കറിയാം. ഇവിടെ റേഷൻ കട വഴി ഉടുക്കാൻ വസ്ത്രം തന്നുകൊണ്ടിരുന്ന ഒരു കാലമുണ്ട്. അത്ര ബുദ്ധിമുട്ടിരുന്ന ഒരു കാലമുണ്ട്. ഇന്ന് നമുക്ക് സമൃദ്ധി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 50 രൂപയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നഗ്നത മറയ്ക്കാനുള്ള വസ്ത്രമായിട്ട് പോരാ. അന്ന് അങ്ങനെയല്ല, അത്ര ഭയങ്കരമാണ്. ഇത് ഒന്നോ രണ്ടോ അല്ല, അതിൻ്റെയോ വസ്ത്രങ്ങളുടെ കൂട്ടമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വെള്ളി, സ്വർണ്ണക്കട്ടി, ഇങ്ങനെയുള്ളതിന്റെ കൂട്ടമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ സൗഖ്യമായതിന് എന്നെ ദൈവപരമായിട്ട് ഞാൻ എന്തെങ്കിലും ഒന്ന് തരണം. പ്രവാചകൻ പറഞ്ഞു, ഞാൻ സേവിച്ച് നിൽക്കുന്ന യഹോവയാണ്, ഞാൻ നിന്റെ ഒന്നും മേടിക്കില്ല. അപ്പോ വീട്ടിൽ പോവാം, ഇപ്പം മര്യാദയ്ക്ക് വീട്ടിൽ പോയി സുഖമായിട്ട് ജീവിക്കാം. പക്ഷെ പോകാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ സർവാന്തരംഗവും അവൻ്റെ വിശുദ്ധനാമത്തെയോ അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. മറക്കാൻ പറ്റുന്നില്ല. ഈ ചെയ്തതേ, എന്താ ഇവൻ ചെയ്തത്, എന്താണ് ഇസ്രായേലിലെ ദൈവം ചെയ്തതെന്നുള്ളത് വ്യക്തമായിട്ട് അറിവുള്ളവനാണ്. നിന്നും വിട്ടുപോകാൻ കഴിയാ. വിട്ടുപോയാൽ തന്നെ സമാധാനമില്ല. എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടല്ലാതെ, ഏതെങ്കിലും ഒരു കാര്യം സംഭവിച്ചിട്ടല്ലാതെ നടക്കില്ല. പ്രവാചകൻ പറഞ്ഞൊന്നും മേടിക്കില്ല. എന്തൊരു കാര്യമാണ് ഇത്, എന്ത് ചെയ്യും? അവസാനം അവൻ ആലോചിച്ച് എന്ത് ചെയ്യും. അവസാനം ഒരു തീരുമാനത്തിലെത്തി, എന്നാൽ എനിക്ക് ഇവിടെ നിന്ന് ഒരു ചുവട് മണ്ണ് തന്നെ. അതെന്തിനാ? ഞാൻ ഇത് കൊണ്ടുപോയി ഇസ്രായേലിലെ മണ്ണ് കൊണ്ടുപോയി അരാമിൽ കൊണ്ടുപോയി, സിറിയയിൽ കൊണ്ടുപോയി, ഞാൻ താമസിക്കുന്ന ഇടത്ത് കൊണ്ടുപോയി ഇട്ട് അതിന്മേൽ ഒരു യാഗപീഠം പണിത്, ഇനി മുതൽ ഞാൻ യഹോവയ്ക്ക് മാത്രമേ യാഗമർപ്പിക്കുകയുള്ളൂ, ഇനി അവനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. അവിടെ വരും ദൈവഭക്തന് ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ അവൻ ആരാധനയിൽ എത്തിച്ചേരും. ദുഷ്ടന് ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ അവൻ അവനെ കാണില്ല. ആ ആവശ്യം പിന്നെ വന്നാൽ അവൻ വരും, ഇല്ലെങ്കിൽ അവൻ വരില്ല. ഇത് തന്നെയാ ലോകത്ത് നടക്കുന്നത്. അപ്പൊ ദൈവത്തിനുള്ളവൻ ആരാ? അല്ലാത്തവൻ ആരാ? എന്തിനാ ദൈവം സൃഷ്ടിച്ചത്? എന്തോരം യുക്തികളാണ്. പിന്നെ എന്തിനാ ഇവരെയൊക്കെ സൃഷ്ടിച്ച്? ദൈവത്തിനുള്ളവരല്ലെങ്കിൽ അങ്ങനെ ആരാണ്? ദൈവത്തിനുള്ളവരെ അറിയാവുന്ന. നമുക്കിവിടെ ഏകദേശം 25-30 വർഷം മുമ്പ് ഇവിടെ ഈ മുളന്തുരുത്തില് OEN അതിലെ ജോലിക്കാരെ അവരുടെ ആ കൂട്ടത്തിൽ ആയിട്ട് ഏകദേശം 70-75 പേര് അടങ്ങുന്ന ഒരു കൂട്ടായ്മ ഉണ്ടായി. എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരും പണമുള്ളവരും എല്ലാവരും ഭയങ്കര. അവിടെ ശുശ്രൂഷകൻ അന്ന് ഇവിടെ വരും. ഇവിടെ വന്നതിന് ശേഷം ദൈവവചനം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പോകാനാണ് അവിടെ ശുശ്രൂഷിക്കാൻ. അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി അവിടെ പോയി ശുശ്രൂഷിക്കും. അങ്ങനെ 70-75 പേരുണ്ട്. എന്താ സന്തോഷം! ആര് വിഷയങ്ങൾ കൊണ്ടുവന്നാലും അവിടെ കാര്യം നടക്കും. അത്ര ഒരു പ്രാർത്ഥനാ കൂട്ടം. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം ഇവിടെ നിന്ന് ചില കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോയി അവിടെ സംസാരിച്ച് ശുശ്രൂഷിച്ചു. ചുരുക്കം ഞാൻ പറയട്ടെ, ഈ നന്മ അനുഭവിച്ച ജനം, ഈ 70 പേരുടെ നന്മ അനുഭവിച്ച് ഇന്ന് അതിൽ ഒരെണ്ണം പോലും കാണും. ആള് കാണണ്ടേ? 70 വേണ്ട,
7 പേരോ അല്ലെങ്കിൽ ഒരാൾ കണ്ടേ. ഈ ഒരാളെ പോലും ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടുമില്ല. അന്ന് ആ 70 പേരിലുണ്ടായിരുന്നതിൽ ഒരാൾ പോലും ഇന്ന് ആരാധനയിലോ പ്രാർത്ഥനയിലോ ഇല്ല. അതെന്താ? അവർ ഉപകാരം അനുഭവിക്കാനായിട്ടാണോ? എല്ലാം സമൃദ്ധമായിട്ട് കടബാധ്യതയായിട്ട് വന്നവർ അത് തീർന്നേ പോയിട്ടുള്ളൂ. രോഗമായിട്ട് വന്നവർ അത് തീർന്നേ പോയിട്ടുള്ളൂ. വിഷാദമായിട്ട് വന്നവർ സന്തോഷിച്ച് ആർത്തേ പോയിട്ടുള്ളൂ. ഇത്രയും ഉപകാരം പറ്റിയ ജനം എവിടെ പോയി? എവിടെ പോയി? സംശയം വേണ്ട, അതിനകത്തൊരു നയമാനം ഉണ്ടായിരുന്നില്ല. എന്തിനാണെന്ന് അധികം പറയണേ? ഈ ശുശ്രൂഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് അവസാനം എല്ലാം മടക്കി കെട്ടി യാക്കോബപ്പള്ളി പോയി. ഇന്ന് അവിടെ എല്ലാം തീർന്നു. കഴിയും, അവർക്കത് കഴിയും, മറ്റവർക്കത് കഴിയില്ല. മറ്റവർക്കത് കഴിയില്ല. കാരണം നീ വീട്ടിൽ പൊക്കോ. ആദ്യമേ പറയുന്നതാ, നീ ഇത്രയും ഉപകാരം കുഷ്ഠരോഗം സൗഖ്യമാക്കി, നീ വീട്ടിൽ പൊക്കോ. ഇഷ്ടംപോലെ പണം ഉണ്ടല്ലോ, ഇത്രയും കാലത്തെ പോലെ അല്ലല്ലോ, ഇനി സുഖമായിട്ട് പോയി ജീവിക്കാമല്ലോ. പോകാൻ പറ്റുന്നില്ല. കാരണം ഉപകാരം സ്മരണ, നന്ദി നിറഞ്ഞ ഹൃദയം, നന്ദി നിറഞ്ഞ ഹൃദയം. അവന് എന്തെങ്കിലും ഒരു സമാധാനം കിട്ടണമെങ്കിൽ അവൻ ആരാധിക്കണം. ആരാധിക്കാൻ എന്ന് തയ്യാറാകുന്നുവോ അന്ന് മാത്രമേ അവന് സമാധാനം ഉണ്ടാവൂ. ഭയങ്കര സംവിധാനമാണ് മനുഷ്യൻ ആരെന്നറിയാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ഇന്ന് ഈ ഇരിക്കുന്ന നമ്മുടെ ജീവിതമാണ്. നമ്മുടെ ജീവിതത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എന്തുകൊണ്ട് നമ്മൾ ഇവിടെ ആയിരിക്കുന്നു, എന്തുകൊണ്ട് നമ്മൾ ഇവിടെ ആയിരിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടെന്നല്ല ഉത്തരം. ഇന്ന് ആഴ്ചവട്ടത്തിന് 1-ാമത്തെ ദിവസം ആയതുകൊണ്ട് ഞാൻ വന്നു എന്നല്ല ഉത്തരം. പിന്നെയോ, ആരാധിക്കാതിരിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. ആരാധിക്കാതിരുന്നാൽ എനിക്ക് സ്വസ്ഥതയുണ്ടാവില്ല. കാരണം അവൻ ചെയ്ത ഉപകാരത്തെ ഓർമ്മയിലുള്ളിടത്തോളം പ്രാണന് സമാധാനം വരണമെങ്കിൽ അവനെ ആരാധിച്ചിരിക്കണം. അവിടെയാണ് ആരാധനയുടെ മഹത്വം നിൽക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നത്, അവരുപകാരങ്ങളൊന്നും മറക്കരുത്. മറക്കണവര് മറക്കട്ടെ, അവര് മറക്കട്ടെ. അവരിന്ന് കൂട്ടം കൂടിയതിനു ശേഷം പ്രാർത്ഥനാ യോഗം, മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് രോഗികൾ സൗഖ്യമായിട്ട് ഒരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയിൽ, അതായത് ആ കൂട്ടായ്മ വലിയൊരു കൂട്ടായ്മ. ആ കൂട്ടായ്മകളിൽ നടക്കുന്ന അത്ഭുതം പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം ആദാമും ഹവ്വയും ഉണ്ടായിരുന്ന കാലത്ത് അന്ന് അവർ തോട്ടത്തിൽ നടക്കുന്നത് ദർശനത്തിൽ കാണിച്ചു കൊടുക്കും. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടി പോകുമ്പോൾ ദൈവം മന്ന പൊഴിച്ചു കൊടുക്കുന്നത് ആ മന്ന കാണിച്ചു കൊടുക്കും. അത്ര വെളിപ്പാടും ദർശനമൊക്കെ ഉള്ള ഒരു സഭ നമ്മള് ഇന്ന് ഞാൻ നോക്കുമ്പോൾ അതില് 1-2 പേര് ഇന്നിപ്പോ ഷാരോനില് മറ്റേ ഉണ്ടെന്ന്. ബാക്കിയുള്ളത് എവിടെ പോയി? ഇത്രയും ഉപകാരം അനുഭവിച്ചവരെവിടെ പോയി? കർത്താവിന് സ്തോത്രം. എന്നാൽ ഇത് പറയുന്നത് ദൈവത്തിന്റെ മുന്നറിവിലുള്ള ജനത്തോടാണ്. ദൈവത്തിന്റെ മുന്നറിവുള്ള ജനത്തോട് പറയുകയാണ്, അവന്റെ ഉപകാരങ്ങൾ മറക്കരുത്. മക്കളെ, അവന്റെ ഉപകാരങ്ങൾ മറക്കരുത്. അവന്റെ ഉപകാരം മറക്കാതെ ഓർത്തിട്ടുണ്ടെങ്കിൽ നിന്നെ ആരാധിക്കാൻ ആരും നിർബന്ധിക്കണ്ട. നീ ആരാധനയ്ക്ക് ചെന്നിരിക്കും. നയമാനെ ആരും പഠിപ്പിച്ചതല്ല. ഞാൻ ഈ മണ്ണുമായിട്ട് അവിടെ ചെല്ലും, മണ്ണ് ഇടും, അതിൻ്റെ പുറത്ത് യാഗപീഠം പണിയും, അവിടെ യഹോവയ്ക്ക് യാഗം കഴിച്ചു, സംഭവിച്ചു. ജാതികളുടെ ദേശത്ത് ആരാധന തുടങ്ങി. അതാ ദൈവം ലോകത്തിൽ മുൻകണ്ടിട്ടുള്ളവന് ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി ആരാധനയിൽ, ആ ചെയ്ത ഉപകാരം ആരാധനയിൽ അവസാനിക്കും. ഇന്ന് ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുന്നല്ലോ, മറക്കരുത്. അവൻ ചെയ്തത് എന്തെന്ന് മറക്കരുത്. അത് നമുക്ക് എന്ത് പകരം കൊടുക്കും? നമ്മൾ എന്ത് പകരം കൊടുക്കും? നിയമം പറഞ്ഞ പോലെ എന്നിൽ നിന്നൊരു പ്രതിഗ്രഹം മേടിക്കണമേ, എന്ത് പകരം കൊടുക്കും? ഇല്ല. എന്തെല്ലാം പ്രതിഫലം കൊടുത്താലും അവിടെ സ്വീകാര്യമല്ല.
ഒറ്റ കാര്യം മാത്രം, ആരാധന. ആരാധന. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. ഇന്ന് കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പാൻ, ആരാധിച്ച് വിടുതൽ പ്രാപിപ്പാൻ ഇന്ന് നമുക്ക് കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ നമുക്കൊന്ന് ഓർക്കാം. ഒന്ന് ഓർക്കാം. കർത്താവിന് സ്തോത്രം. ഓരോ സന്ദർഭങ്ങളിൽ അവൻ ചെയ്തിട്ടുള്ളത്, ഓരോ സന്ദർഭങ്ങളിൽ അവൻ നമ്മെ നടത്തിയിട്ടുള്ളത് മറക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഉന്നത പദവിയിൽ ഇരുന്നവനാണ്, സിറിയയിലെ സർവ്വസൈന്യാധിപനാണ്. അത്ര ഭയങ്കരമായ നിലയിൽ ഇരുന്നവൻ, അത്ര വലിയ നിലയിലിരുന്നവൻ. എല്ലാവരുടെയും മനസ്സിലൊരു കാര്യമുണ്ട്, അവൻ ഏത് നിലയിലിരുന്നവനാണ്, ഇനി അവൻ രാജാവ് തന്നെ ആയിക്കോട്ടെ, പക്ഷെ ആള് കുഷ്ഠരോഗിയാണ്. ഈ ഒരു നിന്ന അവന്റെ ജീവിതത്തിൽ എന്നും ഉണ്ടായിരുന്നു. അതാണ് നീക്കിക്കളഞ്ഞത്. മറക്കാൻ പറ്റുമോ? മറക്കാൻ പറ്റുമോ? ഇനി മറക്കാതെ, അവന് മറക്കാൻ പറ്റില്ല. അത് മറക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവൻ ആശ്വാസം വരണമെങ്കിൽ അവൻ ആരാധിക്കണം. അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ ഞങ്ങളൊന്ന് ഓർക്കട്ടെ. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് എന്തെന്ന് ഞങ്ങൾ ഓർക്കട്ടെ കർത്താവ്. അങ്ങനെ ആ ഓർമ്മ ഞങ്ങളെ ആരാധനയിൽ എത്തിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ആരാധനയിൽ കർത്താവിൽ നിന്ന് സാക്ഷ്യം പ്രാപിപ്പാൻ ഇടവരുമാറാകട്ടെ. കാത്തോളമേ. സ്തോത്രം, 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 സ്തോത്രം. യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ. യേശു